വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റിച്ചിങ് ചാർജ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ് ചാർജിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025. അപ്പോൾ ഒരുപാട് പേര് അത് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേരോട് ഇങ്ങനെ ചോദിച്ചതും സ്റ്റോറി ഇട്ടതിന് റിപ്ലൈ വന്നതനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത്രയും കുറവ് റേറ്റ്, അതായത് ഇപ്പോൾ വാങ്ങിക്കുന്നതിൽ ഏറ്റവും കുറവ് വരുന്ന റേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതും കൂടുതലും ഞാൻ നോക്കിയ സമയത്ത് വില്ലേജ് ഏരിയയിലുള്ള ആൾക്കാർക്കായിരുന്നു ശരിക്കും കുറവ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ നമ്മളിട്ട വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ റേറ്റ് 2025 ഏറ്റവും കൂടിയ റേറ്റും ഇപ്പോൾ ഇടുന്നത് 2025 ഏറ്റവും കുറഞ്ഞ റേറ്റ് വാങ്ങിക്കുന്ന ആ ഒരു ചാർജുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഏത് റേറ്റാണ്, കഴിഞ്ഞ വീഡിയോയിലെ പോലെയാണോ അതോ ഈ വീഡിയോയിലെ പോലെയാണോ നിങ്ങൾ വാങ്ങിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം എവിടെയാണ് കൂടുതൽ വരുന്നതെന്നുള്ളത്, എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് അങ്ങനെയാവുമ്പോൾ മനസ്സിലാവുമേ. നമുക്കപ്പോൾ KG ഡ്രസ്സിൻ്റെയൊക്കെ പറയാം. ഷർട്ട് ആൻഡ് ട്രൗസർ, അപ്പോൾ അതിൻ്റെ ഒരു സെറ്റിന് വാങ്ങിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഷർട്ട് ആൻഡ് ട്രൗസർ 200 രൂപ. പിന്നെ അത് തന്നെ ഷർട്ട് ആൻഡ് ട്രൗസറിൽ ചെറിയ കോളറിനും അതേപോലെ തന്നെ സ്ലീവിൻ്റെ പോർഷനിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യുന്നതുണ്ട്. അതിൻ്റെ റേറ്റ് 250 രൂപ. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് KG ആ ഒരു ഇതിൽ വരുന്ന ഷർട്ട് ആൻഡ് ട്രൗസർ. ഇനി കുറച്ചും കൂടെ വലിയ സൈസിലുള്ള കുട്ടികളുടെ നോക്കാം. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ്. അതുപോലെ തന്നെ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്ത് 350 രൂപ ആകാറുണ്ട്. ഇനി അടുത്തത് സിമ്പിളായിട്ടുള്ളൊരു ഫിനാഫർ, അധികം വലിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാത്ത സാധാരണ ഒരു ഫിനാഫർ, അതിൻ്റെ ഷർട്ട്, ഉള്ളിൽ വരുന്ന ഷർട്ട്, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 390 രൂപയാണ് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഫ്രോക്ക് മോഡലിൽ പല സ്കൂളുകളിൽ യൂണിഫോം വരുന്നുണ്ട്. അതിൻ്റെ സിമ്പിളായിട്ടുള്ളതായിരിക്കും. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 360 രൂപയാണ് കേട്ടോ വരുന്നത്. ഇനി സ്കേർട്ടും അതേപോലെ ഷർട്ടുമായിട്ട് വരുന്നതുണ്ട്. അപ്പോൾ അത് പല മോഡലിനും റേറ്റ് ചിലത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്നുണ്ടല്ലോ, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ് കേട്ടോ. ഇനി നമ്മുടെ കോട്ടും അതുപോലെ തന്നെ ഉള്ളിൽ വരുന്ന ചുരിദാർ, അതിൻ്റെ പാൻറ്റ്, ഇതിൻ്റെ സെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 700 രൂപയാണ്. ഈ ഒരു ഫുൾ സെറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള റേറ്റ് എന്ന് പറയുന്നത്. ഹൈസ്കൂളിൻ്റെ പാൻറ്റ്, ഷർട്ട്, അതേ ആ ഒരു കോംബോയ്ക്ക് വരുന്നത് 600 രൂപയാണ്. രണ്ടും കൂടെയാണ് കേട്ടോ 600 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. LKGയിലെ തന്നെ സിമ്പിളായിട്ടുള്ള ഷർട്ടിൻ്റെ സ്ലീവിലൊക്കെ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച്മെൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ് പറയുന്നത്. ഇതെല്ലാം നമുക്ക് വരുന്ന കുറഞ്ഞ റേറ്റാണ് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 390 രൂപയാണ് കേട്ടോ. ഫോട്ടോയും കൂടെ ആഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ കാണിച്ചേക്കുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 395 അല്ലെങ്കിൽ 400 ആ ഒരു റേറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ പാൻറ്റ് ഹൈസ്കൂളിൻ്റെ 300 രൂപയാണ് റേറ്റ് പറഞ്ഞത് കേട്ടോ. പല സ്ഥലങ്ങളിലും പാൻറ്റിന് പല റേറ്റ്, കൂടുതൽ റേറ്റൊക്കെ വന്നിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ട് വീഡിയോ തമ്മിലായിട്ട് ഏറ്റവും കൂടുതലും ഏറ്റവും കുറഞ്ഞ റേറ്റും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നവരും ഉണ്ട് കേട്ടോ. ഒരുപാട് കൂടുതലും അല്ല, എന്നാൽ ഒരുപാട് കുറവും അല്ലാത്ത രീതിയിൽ വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ യൂണിഫോം, പാൻറ്റ്, അതിൻ്റെ ഷർട്ട്, കോട്ട്, ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്നത് പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 800 രൂപ വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ യൂണിഫോം, പാൻറ്റ്, ടോപ്പ്, അത് ഹൈസ്കൂളിൻ്റെ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് 450 രൂപയാണ് റേറ്റ് വരുന്നത്. യൂണിഫോം, പാൻറ്റ്, ടോപ്പ്, അതിൻ്റെ കോട്ട് 495 രൂപ വരുന്നുണ്ട്. പല മോഡൽ ആ ഒരു ചെറിയ ഡിഫറൻസൊക്കെ വരുമ്പോഴത്തേക്ക് റേറ്റിന് മാറ്റം വരുന്നുണ്ട്. ഹൈസ്കൂൾ ഷർട്ടിന് 200 രൂപയാണ് കേട്ടോ വരുന്നത്. ഷർട്ട് മാത്രം 200 രൂപയാണ് വരുന്നത്. ഇത് LKG ഫ്രോക്ക് ഉണ്ടല്ലോ, സിമ്പിളായിട്ടുള്ള LKG ഫ്രോക്ക് ഈ ഫോട്ടോയിൽ കാണിക്കുക. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഷർട്ട്, LPക്കാരുടെ ഉണ്ടല്ലോ ഷർട്ട്, അതിന് 300 രൂപ. ട്രൗസർ 275 രൂപ ട്രൗസർ മാത്രം. സിബ് അറ്റാച്ച് ചെയ്യാൻ എക്സ്ട്രാ വരുന്നുണ്ട്, അപ്പം 300 ആവും കേട്ടോ. യൂണിഫോമിൻ്റെ കോട്ട് 325 രൂപ. അപ്പോൾ ഇത്രയുമാണ് യൂണിഫോമിൻ്റെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വന്നിട്ടുള്ളത്.
അപ്പോൾ ചാർജിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്ഥലവും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കൂടുതലാണോ കുറവാണോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, സ്ഥലവും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ ചാർജ് ഇടണമെന്നില്ല, പക്ഷേ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി പോലെ ആയിരിക്കും. കാരണം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ തള്ളുന്നത് പോലെയൊക്കെ പറഞ്ഞു. ഞാൻ തള്ളിയിട്ടൊരു കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ റേറ്റൊന്നും ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് അല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതും ഞാൻ വാങ്ങിക്കുന്നതല്ല. ഇതിന് മുന്നേ 2024 വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും ഞാൻ വാങ്ങിക്കുന്നതല്ല. ഞാൻ വാങ്ങിക്കാറില്ല, കാരണം ഞാൻ തയ്ക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലായിരുന്നു നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിസൈനിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ചാനൽ തുടങ്ങിയതും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ കണ്ടാൽ അറിയാം. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, ചെയ്യാൻ തുടങ്ങാൻ പോകുന്നുണ്ട്. ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നതൊന്നും ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് അല്ല. ഓക്കെ, ഞാൻ വാങ്ങിക്കുന്നില്ല, അതാണ് കാര്യം. ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് എന്നല്ല, ഞാൻ വാങ്ങിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല. ഇത് നമ്മൾ അന്വേഷിച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു. ഇൻസ്റ്റാഗ്രാം വഴി ഒരുപാട് നമുക്ക് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്, പല ജില്ലയിലും പല ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വാങ്ങിക്കുന്ന ആ ഒരു റേറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ കൂടിയതും കുറഞ്ഞതും പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൂടുതലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തി കുറേ കമൻറ്റ് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ സ്ഥലവും അവിടെ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നിങ്ങൾ പറയും. കമൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം എന്താണെന്നുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.